പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെയും ഹൈറസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമ്മുടെ മുന്നോട്ടുള്ള നടപടികൾ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ അവസ്ഥ പരിതാപകരമാണ് എന്ന് പറയാം. അതിലൊരു തമിഴനുണ്ട്, കപിലൻ അസോസിയേറ്റ്സ് എന്ന് പറയുന്ന പിൻ ഏജൻസി ചെയ്തിരുന്ന കപിലൻ വലിയ ലീഡറാണ്, ഒരുപാട് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയവനാണ്. അപ്പോൾ അവനാണ് ഈ ലോകത്തുള്ള അവൻ്റെ ഹോബി എന്ന് പറയുന്നത് ഗൂഗിൾ ചെയ്യലാണ്. ഗൂഗിൾ ചെയ്തിട്ട് അല്ലും തുല്ലും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അപ്പോൾ അവൻ ഇന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ കണക്കിൽ 44 FIRകളാണ് ഉള്ളത്, ബാക്കി FIRകളൊന്നും FIRകളല്ല എന്നാണ്. 46 പോയിട്ട് 50 കഴിഞ്ഞ് 55 കഴിഞ്ഞ് 60-നടുത്ത് FIRകൾ വന്നിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തിനിടയ്ക്ക്. അപ്പോൾ ഇവൻ തമിഴൻ പറയുന്നത്, കോടതി കേസുകൾക്കായി പണം ചെലവഴിക്കുന്നതിന് പകരം FIR ഫയൽ ചെയ്ത ആളുകൾക്ക് നൽകുകയും FIRകൾ പിൻവലിക്കും ചെയ്യാമായിരുന്നു. നല്ലൊരു ഐഡിയ ആണ്. എല്ലാവരും FIR ഇട്ടത് ഇവരെ തൂക്കിക്കൊല്ലണം അല്ലെങ്കിൽ ഇവരെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല. നിയമപരമായിട്ട് എന്താണോ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ചെയ്യേണ്ടത്, നമ്മൾ താലിബാനിലോ മറ്റൊടിക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ തോക്കലെടുത്ത് വെച്ചിട്ട് വെടിവെച്ച് കൊല്ലാം അല്ലേ. പക്ഷേങ്കിൽ ഇന്ത്യയിൽ ഒരു എഴുതപ്പെട്ട ഭരണഘടനയും ഒരുപാട് എഴുതപ്പെട്ട നിയമങ്ങളും, അപ്പോൾ ഇങ്ങനെ സാമ്പത്തിക തട്ടിപ്പുകളിൽ പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതിൻ്റെ കാര്യങ്ങളാണ് ആരും പറയാതെ തന്നെ. ഇന്ന് ഞാൻ നമ്മുടെ പ്രതാപൻ്റെ ബെയിൽ നിഷേധിച്ചുകൊണ്ടുള്ള നമ്മുടെ ED കോടതി, എറണാകുളത്തെ ED കോടതിയുടെ വിധി ഒരു 50 പേജുണ്ട്. ഒരു 1.5 മണിക്കൂറുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാകാൻ പറ്റും. അവസാനമാകുമ്പോൾ എനിക്ക് ബോറടിച്ചു പോയി. അപ്പോൾ അതിൽ ചില ആൾക്കാർ ഇവർക്കെതിരെ FIR ഇട്ട, ഇവർക്കെതിരെ ഇവരുടെ കമ്പനിയുടെ തെണ്ടിത്തരങ്ങൾ EDയുടെ മുൻപാകെ മൊഴി നൽകിയ ആളെക്കുറിച്ചൊക്കെ, ഒരു വയനാട്ടിലുള്ള ഒരാളുണ്ട്, എനിക്ക് തോന്നുന്നു അയാൾ 30 ലക്ഷമോ മറ്റോ ആണ്. അയാളെയൊന്നും നമുക്ക് അറിയുക പോലുമില്ല ആരാണ് എന്ന്. അപ്പോൾ ആൾക്കാർ അദ്ദേഹം ഇട്ടിരിക്കുന്നത് FIR ജനുവരിയിലാണ്. ഡിസംബറിൽ ഈ കമ്പനിയുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നു. അദ്ദേഹം അടുത്ത മാസം തന്നെ FIR ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇവർക്കറിയാം എന്താണ് ഇത്, തട്ടിപ്പായിപ്പോയി, നമ്മൾ വിശ്വസിച്ച കമ്പനി തട്ടിപ്പായിപ്പോയി. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിയമപരമായിട്ട് FIR ഇടണം. അപ്പോൾ അങ്ങനെ നിരവധി ആൾക്കാർ, നമ്മളൊന്നും അറിയാത്ത ആൾക്കാർ, ഒരുപാട് ആൾക്കാരുണ്ട് ഈ FIR ഇട്ടവരുടെ കൂട്ടത്തിൽ എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് നല്ലൊരു ആശയം തന്നെയാണ്. FIR ഇട്ടവർക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ കോടതിയിലോ മറ്റ് ഈ നമ്മൾ കണ്ടില്ലേ ഇംപ്ലീഡ് ചെയ്യുന്നത്, ഇവരുടെ കേസുകളിൽ ഇംപ്ലീഡ് ചെയ്ത് കയറിയിട്ട് ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കരുത്, അല്ലെങ്കിൽ ഈ കേസ് ഹൈറിച്ചിന് അനുകൂലമായി വിധിക്കരുത്, നമുക്ക് പരാതിയുണ്ട്, നമ്മുടെ ഇത്ര പണം ഇതിലുണ്ട്, നമ്മൾ നിക്ഷേപകനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടതാണ്. സെഷൻ കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ ഇംപ്ലീഡ്മെൻ്റ്. അപ്പോൾ ഇങ്ങനെ ഇവർക്ക് പണം കിട്ടിക്കഴിഞ്ഞാൽ ഇംപ്ലീഡ് ചെയ്യുമോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഇംപ്ലീഡ് ചെയ്യുമെന്ന്. അപ്പോൾ കപിലൻ പറഞ്ഞത് നല്ലൊരു ആശയം തന്നെയാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ലീഡർമാർ FIR ഇട്ടവരുടെ വീടുകൾ തേടിപ്പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവരെന്താണ് പറയുന്നത്, നിങ്ങളുടെ പൈസ കമ്പനി തിരിച്ചു വന്നിട്ടാകുമ്പോൾ ഫസ്റ്റ് നിങ്ങളെ പൈസ തരും, നിങ്ങൾക്ക് ചെക്ക് തരാം. 10-50ഓളം ക്രിമിനൽ കേസുകളുള്ള ഒരാൾ പറയുന്നു നിങ്ങൾക്ക് ചെക്ക് തരാം എന്ന് പറയുന്നു. ക്രിമിനൽ കേസാണോ വലുത്, അല്ലെങ്കിൽ ഈ അവരുടെ കൂട്ടത്തിൽ ഒരു കേസും കൂടി വരുന്നതാണോ വലുത് എന്ന് നമുക്കറിയാലോ. അപ്പോൾ അത്തരത്തിലുള്ള ഗിമിക്കുകൾ, തെണ്ടിത്തരങ്ങളൊന്നും ചെയ്യാൻ നിൽക്കേണ്ട. പറ്റുമെങ്കിൽ
ഇവർക്കൊക്കെ പണം കൊടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ തന്നെ നമ്മുടെ കണ്ണൂരിൻ്റെ സിംഗമായിരുന്ന, ഒരു കാലത്ത് പെമ്പുള സിംഗമായിരുന്ന ഒരു ലീഡർ ചാടി വീണ് ആ ഗ്രൂപ്പുകളിൽ പറയുകയാണ്. അവരെ അധികമൊന്നും കാണാറില്ല, ഇപ്പോൾ 2-3 മാസമായിട്ട് അവരെ കാണാറേ ഇല്ല. എന്നാലും ഇപ്പോൾ ആദ്യ ഗ്രൂപ്പുകളിലേക്ക് വന്നിട്ടുണ്ട്. അവർ പറയാണ്, ഇറ്റ്സ് നോട്ട് അപ്ലിക്കബിൾ, സാധ്യമല്ല എന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ ഒരാൾക്ക് നൽകിയാൽ ബാക്കിയുള്ളവർ അതേ മാർഗം തേടും. കമ്പനി എവിടുന്ന് എടുത്ത് ഈ ഫണ്ട് കണ്ടെത്തി നൽകും എന്നാണ് നമ്മുടെ പൊമ്പുള സിംഗമായിരുന്ന ആ ലീഡർ, വനിതാ ലീഡർ പറയുന്നത്. ഇങ്ങനെ ഒരാൾക്ക് പൈസ കിട്ടി എന്നറിഞ്ഞാൽ FIR ഇടാതെ മുട്ടി നിൽക്കുന്ന പൂളിംഗം വരും. അടുത്ത ഞായറാഴ്ച പൂളിംഗം വരും, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ ഞായറാഴ്ച പൂളിംഗം വരും എന്ന് വിചാരിച്ച് നിൽക്കുന്നവരെല്ലാവരും തന്നെ FIR ഇടില്ലേ? അപ്പോൾ അങ്ങനെ FIR ഇട്ട് കഴിഞ്ഞാൽ എന്താവും സ്ഥിതി എന്നാണ്. അത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. ഇപ്പോൾ ഇവർ അന്വേഷിക്കുന്നത്, FIR ഇട്ടവർക്ക് പൈസ കിട്ടിയോ, എന്തെങ്കിലും അറിയുമോ, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമോ എന്നാണ്. നമ്മുടെ മുന്നോട്ടുള്ള നടപടികൾ എന്ന് പറയുന്ന ഗ്രൂപ്പുകളിൽ അഡ്മിനായിട്ടുള്ള ആൾക്കാരടക്കം നമ്മളോട് വന്ന് ചോദിക്കുന്നത് ഇതാണ്, അവർക്ക് എന്തെങ്കിലും പൈസ കിട്ടിയോ അറിയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പൈസ കൊടുക്കാനും ഇവന്മാർ വിടില്ല. പൈസ കൊടുത്തില്ലെങ്കിൽ പ്രതാപൻ ഇപ്പോൾ 230 ദിവസമാണ് ജയിലിൽ കിടക്കുന്നതെങ്കിൽ പ്രതാപൻ ചുരുങ്ങിയത് 365 ദിവസമെങ്കിലും പ്രതാപൻ അകത്ത് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ FIR ഇടാതെ, FIR ഇട്ടാൽ മോശമാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ കപിലൻ പറയുന്നത്, ഒരു പക്ഷേ കമ്പനി കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താവും മറ്റുള്ളവരുടെ അവസ്ഥ. മറ്റൊരു കാര്യം കൂടി നമ്മുടെ പൊമ്പുള സിംഗം പറഞ്ഞിട്ടുണ്ട്. ആർക്കും തന്നെ അതിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമുള്ളത്, ആർക്കും തന്നെ അല്ലെങ്കിൽ കമ്പനിക്ക് ഇപ്പോൾ ജയ് 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 ഹരിച്ച് വിളിച്ചിരിക്കുന്ന ഒരുത്തനും അവരിട്ട നിക്ഷേപം, അവരിട്ട OTT, അവരിട്ട കൺസൈൻമെൻറ്റ് അഡ്വാൻസ്, ഇവർ പറയുന്ന കൺസൈൻമെൻറ്റ് അഡ്വാൻസ് തിരിച്ച് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അവർക്കൊക്കെ മാർഗം, അല്പം വൈകിയാണെങ്കിലും കിട്ടുന്നൊരു മാർഗം എന്ന് പറയുന്നത് FIR ഇടുകയും അതിൻ്റെ കോപ്പി കോമ്പറ്റൻ്റ് അതോറിറ്റിക്കും ക്രൈം ബ്രാഞ്ചിനും ജില്ലാ കലക്ടർക്കും അതത് ജില്ലാ കലക്ടർക്കും അയച്ചു കൊടുക്കുക മാത്രമാണ് എന്നാണ് പറയാനുള്ളത്. നിങ്ങളോട് അവസാനമായിട്ട് ഒരു അപേക്ഷ പറയാനുള്ളത്, നിങ്ങൾ ആരും തന്നെ FIR ഇടരുത്. ഒരു 2 മാസത്തേക്ക് നിങ്ങൾ ആരും FIR ഇടരുത് എന്നുള്ളതാണ്. അങ്ങനെയായാൽ ഇപ്പോൾ FIR ഇട്ടിരിക്കുന്ന 10-60 പേരുടെ ആ ഒരു പ്രയോറിറ്റി അത് പോകും എന്നുള്ളതാണ്. അവർക്ക് പണം കിട്ടിപ്പോകട്ടെ. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കൂടുതൽ പരാതികൾ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും. നിങ്ങൾ ആരും തന്നെ പരാതി ഇടരുത് എന്നാണ് പറയാനുള്ളത്. പരാതി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടി അല്ലെങ്കിൽ നിങ്ങളെയും കൂടി പരിഗണിച്ച് ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ നമ്മുടെ കോമ്പറ്റൻ്റ് അതോറിറ്റി പൈസ കൊടുക്കാം, അല്ലെങ്കിൽ ലേലം ചെയ്തു, അല്ലെങ്കിൽ മറ്റ് പൈസ ഇവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടാകുമ്പോൾ പൈസ കൊടുക്കാമെന്ന് പറയുന്ന ആ ഒരു തത്വത്തിലുള്ള ഓർഡറുകൾക്ക് കാലതാമസം വരും ഇനി കൂടുതൽ പരാതികൾ വന്നാൽ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആരും തന്നെ നിങ്ങളുടെ ദൈവതുല്യമായ കമ്പനിക്കെതിരെ പരാതികളോ ഒന്നും ചെയ്യരുത്. നിങ്ങൾ
രാവിലെ 2 ഹൈറിച്ച് ജയ് ഹൈറിച്ച്, ഉച്ചക്ക് 3 4 ജയ് ഹൈറിച്ച്, രാത്രി കിടക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ഒരു ചുരുങ്ങിയതൊരു 3 4 ജയ് ഹൈറിച്ച് വിളിച്ച് കിടക്കുക. നല്ല സമാധാനം കിട്ടും. നിങ്ങളുടെ പണം എവിടെയും പോയിട്ടില്ല. കമ്പനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ വാഗ്ദാനം ചെയ്തത് 3 ഇരട്ടിയാണോ നിങ്ങൾക്ക് വേണ്ടത്, 3 ഇരട്ടി തന്നെ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ 5 ലക്ഷം ഇട്ടവർക്ക് 2 വർഷം കഴിഞ്ഞിട്ടാകുമ്പോൾ 55 ലക്ഷമാണോ വേണ്ടത്, ഒരു പക്ഷേ നിങ്ങൾക്ക് 60 ലക്ഷം ലഭിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ സ്വപ്നം കണ്ട് കിടക്കാൻ സാധിക്കും. നിങ്ങൾ സ്വപ്നം കാണട്ടെ, നല്ല നല്ല സ്വപ്നങ്ങൾ. ഇതുപോലെ 1 ലക്ഷം ഇട്ടവന് 1 കോടി പൂളിംഗമായിട്ട് ലഭിക്കുന്ന സ്വപ്നം, 10,000 ഇട്ടവന് 10 ലക്ഷം കിട്ടുന്ന സ്വപ്നം. അങ്ങനെ സ്വപ്നം കണ്ട് ഉറങ്ങുക എന്നാണ് പറയാനുള്ളത്. ബൈ.